നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടുപന്നികളെ തുരത്തുവാൻ പുതിയ മാർഗവുമായി കർഷകൻ. കാട്ടുപന്നികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് കൃഷി ഇറക്കുവാൻ മടിക്കുന്ന കർഷകർക്ക് പന്നി ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ അകറ്റുവാൻ പുതിയ പരീക്ഷണത്തിലൂടെ വിജയം കാണുകയാണ് ചിതറ മുതയിൽ സ്വദേശി അമാനി ഫസൽ. ആദ്യമായിട്ടാണ് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. അതിന് പുറമെ എനിക്ക് 3-4 വർഷം കൊണ്ട് വാഴയും മരച്ചീനിയും മറ്റു ചെറു കൃഷികളും ഇഞ്ചിയെല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ ആദ്യമായിട്ടാണ് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതും. ഇൻഷാ അല്ലാഹ് ഒരു നല്ല വിളവെടുപ്പ് കിട്ടി. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കൃഷിയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പന്നിശല്യം എന്നാണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത്. അതിന് ഒരുപാട് സജ്ജീകരണങ്ങളും ടേപ്പ് റെക്കോർഡും അതുപോലെ തന്നെ ലൈറ്റും വെട്ടങ്ങൾക്കും രാത്രി കാവലൊക്കെ ഇരുന്നാണ് ഈ കൃഷി ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് കൃഷി ചെയ്ത് ഒരു 10 രൂപ ഇതിൽ നിന്നും സമ്പാദിക്കുന്നതിന്. ലാഭവും നഷ്ടവുമല്ല നോക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന വ്യാജമല്ലാത്ത കൃഷികൾ നമുക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായി നമ്മൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയത്. മരച്ചീനി മുതൽ തണ്ണിമത്തൻ വരെ 7 ഏക്കറിൽ തുറന്നു കിടക്കുന്ന പ്രദേശത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇവിടെ മുള്ളുവേലിയോ മൃഗങ്ങളെ തുരത്തി ഓടിക്കുവാനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ല. കറങ്ങിയടിക്കുന്ന കളർ ലൈറ്റുകളും പുലർച്ചെ വരെ കേൾക്കുന്ന മ്യൂസിക് സിസ്റ്റവുമാണ് ഇദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ ഈ പാടശേഖരത്ത് ഒരു പന്നി പോലും കൃഷി നശിപ്പിക്കുവാനായി എത്തിയില്ല. കഴിഞ്ഞ ദിവസം തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. കൃഷിയിൽ കാട്ടുപന്നികളെ തുരത്തുവാൻ ഈ മാർഗം ഉപയോഗിക്കാമെന്ന് അമാനി ഫസൽ എന്ന ഈ കർഷകൻ പറയുന്നു. തണ്ണിമത്തന് തമിഴ്നാട്ടിൽ നിന്ന് പോയി വിത്ത് കൊണ്ടുവരികയും അതിനെ വിത്തായിട്ട് നടാതെ കവറിൽ പാവി കോഴിവളവും മറ്റ് ജൈവവളങ്ങളും ചേർത്ത് മുളപ്പിച്ച് 2 മാസം കൊണ്ട് തന്നെ അതിനെ കായ പിടിക്കുകയും 1 മാസം കൊണ്ട് തന്നെ വിളവെടുക്കുകയും ചെയ്യും. 3 മാസമാണ് ഇതിന്റെ യഥാർത്ഥ കാലാവധി. വളരെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ആദായം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് തണ്ണിമത്തന്റെ പ്രധാനമായുള്ളൊരു ഘടകം. നമ്മളൊക്കെ കിട്ടി. ഇത് പൈസക്ക് കൊടുക്കാനാണ്, തൂക്കി കൊടുക്കും. താത്ത നേരത്തെ ഇവിടെ വന്നിട്ട് ഞാൻ മേടിച്ചോണ്ട് പോയി. താത്താക്ക് കഴിച്ചോണ്ട് ഇറങ്ങി വരണം. ഇവിടെ ഞങ്ങൾ ആലപ്പുഴ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആവശ്യമുള്ള സാധനമുണ്ട്. ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ചെറിയ